സ്വിച്ച് ഓഫ് എന്ന് വരുന്നു സാർ. ഓ, ഇപ്പം എന്താ ചെയ്യുക? സാർ അവർ ഉറപ്പായിട്ടും വരും സാർ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ശരി, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ. ശരി, ആര് കൊന്നാലും ഇപ്പം എനിക്കെന്താ, ഇവൻ ചാവുന്ന എനിക്ക് പ്രധാനം. ഇവൻ്റെ കെട്ടിയുള്ള ഫോൺ എടുത്തിട്ട് വന്നിട്ട് ഇവൻ്റെ കെട്ടിയോളെ ഈ കേസിൽ ലിങ്ക് ചെയ്യാനോ? അവൻ്റെ ഫോണിലുള്ള എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ ഫിംഗർ ആവശ്യമാണല്ലോ. എന്തത്, അന്ന് ഈ ഫിംഗർ വെച്ചിട്ട് തന്നെയല്ലേ ലോക്ക് ഓപ്പൺ ചെയ്തത്, ഇപ്പം എന്താ ഓപ്പൺ ആവാത്തേ? ഏതെങ്കിലും എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഈ വീഡിയോ പോലീസിൻ്റെ കയ്യിൽ പെടാതെ നോക്കണം. പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിന് സ്നേഹം എത്ര വിധത്തിലാണുള്ളത്. എൻ്റെ സ്നേഹത്തെ കൊന്നൊടുക്കിയിട്ട്
ഞാൻ മുമ്പ് തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് രാജമണ്ടിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഹൈദരാബാദിലുള്ള എൻ്റെ പ്ലാൻ ഫിനിഷ് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് രാജമണ്ഡ്രിക്ക് വന്നു. അന്ന് രാവിലെ ഗോദാവരിയിൽ അസ്ഥി ഒഴുക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും തിരിച്ച് ഹൈദരാബാദിലേക്ക് വന്നു. പ്ലാനൊക്കെ ഗംഭീരമായിരുന്നു. ഈ ഭൂമിയിൽ നല്ലവരെക്കാൾ നല്ലവരായി അഭിനയിക്കുന്നവരായി ഏറ്റവും കൂടുതൽ നിന്നെ പോലെ. ഭയത്തിൻ്റെ പേരിൽ ചിലർ അവസരം കിട്ടാതെ മറ്റു ചിലർ നല്ലവരായി മാറാൻ അവസരം കാത്തിരിക്കുക. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഒരു ഹീറോ. അവൻ സ്കൂൾ കുട്ടികൾക്ക് ലിഫ്റ്റ് കൊടുക്കും, റോഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് 10 രൂപ ദാനം കൊടുക്കും. അങ്ങനെയൊക്കെ മാനെ ഓടിക്കുന്ന പുലിയെ കാണുമ്പോൾ ദേഷ്യപ്പെടും. കുഴൽ കിണറി വീണ കുഞ്ഞിനൊന്നും പറ്റരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. അറിഞ്ഞ അന്യായങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വിമർശനം വരെയും ചെയ്യും. അങ്ങനെ ഒരാൾക്ക് അവസരം കിട്ടിയാൽ സമൂഹമെന്ന മാനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. നീ സ്വയം ഒരു ഹീറോ ആണെന്ന് കരുതി. അവസരം വന്നപ്പോൾ നിന്റെ ഉള്ളിലുള്ള വില്ലൻ പുറത്തു ചാടി. പൊള്ളയായ സന്തോഷങ്ങൾ നൽകി സത്യത്തെ കഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിന്റെ മാർഗം ശരിയല്ല എന്നാണ് അർത്ഥം. അതിനെ കഷ്ടത്തിലാഴ്ത്തി നിത്യമായ സന്തോഷം നൽകാൻ കഴിഞ്ഞാൽ നിന്റെ വഴികൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്നർത്ഥം. അവന്തിക, അച്ഛനും അമ്മയും ആസ്തി നോക്കി കല്യാണം തീരുമാനിക്കും. പക്ഷെ പെൺകുട്ടികൾ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അതുപോലെ ചെന്നു കയറുന്ന വീട്ടിലും കിട്ടണമെന്ന് ആഗ്രഹിക്കും. സ്നേഹിച്ചവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആ സന്തോഷം കുറുക്കു വഴി കൂടെ സമ്പാദിക്കുന്ന പണം കൊണ്ടാവരുത്. സദ്ദാമിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് സർ. അവന്തിക, മരണത്തോടുള്ള പേടി മാറിയോ? തെറ്റ് ചെയ്തവരാരും രക്ഷപ്പെടാൻ പാടില്ല സർ. ഗുഡ്. വിശ്രുത സർ, വിശ്വനാഥിനെ ആര് കൊന്നു, എന്തിനു കൊന്നു എന്നാണ് മനസ്സിലാവാത്തത്. ഒരു ചെറിയ തെളിവ് പോലും ബാക്കി വെച്ചിട്ടില്ല. വളരെ പ്ലാൻ ചെയ്താണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. I got it, Vishwad. Let's go, come on, quick! എന്താ സർ ഇങ്ങോട്ട് പെട്ടെന്ന്? ക്യാഷ് ബാഗ് എവിടെ? വാട്ട് ഹാപ്പൻ സർ? നിങ്ങളെ ചെന്ന് എടുക്ക്. ബാഗ് എടുത്തോണ്ട് വാ, പറയാം. എന്ത് പറ്റി സർ? വാട്ട് ഹാപ്പൻ സർ? ഈ 10 കോടിയും മൊത്തം വ്യാജ നോട്ടുകളാ. എന്ന് വെച്ചാ സദ്ദാം ഫേക്ക് നോട്ട്സ് ആണ് കൊടുത്തത്. അറിയില്ല, മേ ബി. ആ ലാൻഡ് പേപ്പേഴ്സ് നിങ്ങളുടെ ഇതാ നിങ്ങളുടെ ലാൻഡ് പേപ്പേഴ്സ്. താങ്ക് യു സർ.